വി.കെ. പ്രശാന്ത് എം.എൽ.എയുമായുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് വിവാദം വിടാതെ ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖ. ചെറിയൊരിടത്ത് ഇന്നു മുതൽ സേവനം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ പോസ്റ്റ് പങ്കുവച്ചത്. പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നു മുതൽ സേവനം തുടങ്ങി. ഒരു മുറിയെന്ന് പറയാനാവില്ല, ചെറിയ ഒരിടം. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം. ഇന്ന് ഉച്ചവരെ ഇവിടെ വന്നത് 18 പേരാണ്. അവരെ സഹായിച്ചതിൽ തൃപ്തി, അത് മതി. ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ. ശ്രീലേഖ പങ്കുവച്ചിട്ടുണ്ട്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസും ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച് വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് വിവാദത്തിന് തുടക്കമായത്. കൗൺസിലർ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ. ശ്രീലേഖ പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ സേവനം തുടരുമെന്നും ഓഫീസിന്റെ ഒരു ഭാഗത്ത് നിറയെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണെന്നും വീഡിയോയിൽ ശ്രീലേഖ പറയുന്നുണ്ട്. എന്തായാലും ശാസ്തമംഗലത്തെ എം.എൽ.എ ഓഫീസ് വി.കെ. പ്രശാന്ത് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശ്രീലേഖ രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെട്ടത്. പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് മാർച്ച് വരെ കാലാവധി ഉള്ളപ്പോഴായിരുന്നു ശ്രീലേഖയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ. ഇതിനെതിരെ വിമർശനവുമായി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. ശ്രീലേഖയുടേത് മര്യാദയില്ലാത്ത നടപടിയെന്നായിരുന്നു പ്രശാന്ത് പറഞ്ഞത്. വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നും കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറിയാണെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. അതേസമയം ശ്രീലേഖയ്ക്ക് പിന്നിൽ ആളുകളുണ്ടെന്നും പ്രശാന്ത് ആരോപിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് പോസ്റ്റുമായി ആർ. ശ്രീലേഖ രംഗത്തെത്തിയത്. ഇന്നു മുതൽ സേവനം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൽ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നിറയെ മാലിന്യമുള്ള ഒരു സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയ ഒരിടം, ആത്മാർത്ഥതയുള്ള ഒരു ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം എന്നാണ് ശ്രീലേഖയുടെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന്റെ വീഡിയോയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ മുറി ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശ്രീലേഖ രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ സേവനം തുടരുമെന്നും ഓഫീസിന്റെ ഒരു ഭാഗത്ത് നിറയെ മാലിന്യമാണെന്നും ശ്രീലേഖ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശ്രീലേഖയുടേത് മര്യാദയില്ലാത്ത നടപടിയെന്നായിരുന്നു പ്രശാന്ത് ആദ്യം പറഞ്ഞത്. വാടക നൽകിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ്. അതിൻ്റെ താഴെ ഈ കൂട്ടി വച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെൻ്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കിയപ്പോൾ എൻ്റെ ഈ ഓഫീസെന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്.